അപ്പോൾ ഓണൊക്കെ ആയിട്ട് എന്താണ് പരിപാടി എല്ലാവർക്കും? അപ്പം ഞാൻ ഇന്ന് പോണത് എൻ്റെ ഒരു സാരിയിൽ പെയിൻറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടിഷ്യൂൻ്റെ സാരിയാണ്. അപ്പോൾ ആ സാരിയിലൊന്ന് വർക്ക് ചെയ്ത് ഓണമൊക്കെ അല്ലേ, അപ്പോൾ തിരുവോണത്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം. ആദ്യം ഞാൻ പെൻസിൽ വെച്ചിട്ടൊരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് അതിന്, എന്നിട്ടാണ് നമ്മളതിൽ വരയ്ക്കാൻ പോകുന്നത്. പെൻസിൽ വെച്ച് കാണുമെന്ന് അറിയില്ല, എന്നാലും ജസ്റ്റ് ഒരു വരച്ചിട്ടുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് കുറച്ച് ഗ്രീൻ കളറാണ് എടുക്കുന്നത്. അപ്പോൾ കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞ പോലെ പച്ച കളർ പൂവുണ്ടോയെന്ന് അറിയില്ലല്ലോ, ചിലപ്പോൾ ഉണ്ടാവായിരിക്കും. അതേപോലെ ഒരു പച്ച കളർ താമരയാണ് ഇപ്രാവശ്യം വരയ്ക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏത് ഡ്രസ്സിൽ വരയ്ക്കാൻ നോക്കിയാലും കുറേ ഡിസൈൻസ് നോക്കും, ലാസ്റ്റ് വരച്ച് വരുമ്പോൾ താമരയാണ് എനിക്ക് ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ ഞാൻ താമര സെലക്ട് ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ താമര വരച്ച സാരികളും ഡ്രസ്സും ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം പച്ച പിടിക്കാണ്. അപ്പോൾ കുറച്ച് പച്ചയും ഗോൾഡൻ കളറും കൂടി ആക്കിയിട്ടാണ് ഞാനൊരു ഗോൾഡൻ ഷെയ്ഡ് കൂടി കൊടുത്തിട്ടാണ് താമര വരയ്ക്കുന്നത്. അപ്പോൾ താമര അങ്ങനെ നടക്കാണ്. നിങ്ങൾക്ക് ഇതേപോലെ സാരിയിൽ പെയിൻറ്റിങ് ചെയ്യാനൊക്കെ ഇഷ്ടമാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതേപോലെ ഓണം എടുക്കാറാവുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്ന സമയത്ത് സ്വന്തമായിട്ട് എന്തെങ്കിലും ആ ഡ്രസ്സിൽ ഇടണം എന്നുള്ള താല്പര്യമുള്ള ആൾക്കാരാണോ നിങ്ങൾ? ഞാൻ അങ്ങനെയുള്ളൊരു കൂട്ടത്തിലാണ്. പണ്ട് കുറേ ഡ്രസ്സിൽ കുറേ വർക്കൊക്കെ ഉള്ള ഡ്രസ്സായിരിക്കും വാങ്ങാം. പക്ഷെ ഇപ്പോൾ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തുണി എടുക്കും, എന്നിട്ട് തയ്പ്പിച്ചിട്ട് പ്ലെയിൻ എടുക്കും, എന്നിട്ട് അതിൽ ഞാൻ എൻ്റെ കലാവിരുദ്ധങ്ങൾ പുറത്തെടുപ്പിക്കും. ഒന്നെങ്കിൽ വരയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ തുന്നി പിടിപ്പിക്കുകയൊക്കെ ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്. പണ്ട് ഞാൻ വരയ്ക്കുമെങ്കിലും എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായില്ല വരയ്ക്കാനായിട്ട്. പിന്നെ എനിക്ക് വരയ്ക്കണം എന്ന് തന്നെ തോന്നി തുടങ്ങിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ടു സമയത്ത് ആണ് ഞാൻ ആദ്യമായിട്ടൊരു മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്നത്. എത്ര നാളൊരു മത്സരത്തിന് പോയിട്ട് എൻ്റെ വഴിക്ക് പോലും ഞാൻ പോയിട്ടില്ല. പിന്നെ കോളേജ് എത്തിക്കഴിഞ്ഞപ്പോഴാണ് കോളേജിൽ ക്ലാസ്സിലൊക്കെ പിള്ളേർ നല്ലതായിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം നോക്ക് വരയ്ക്കണം, നന്നായിട്ട് വരയ്ക്കണം എന്നൊക്കെ. എൻ്റെ അച്ഛനൊക്കെ നല്ലതായിട്ട് വരയ്ക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വരയ്ക്കണം എന്ന് വിചാരിച്ചു. പിന്നെ കോവിഡിൻ്റെ സമയത്താണ് ആ കലയൊക്കെ അങ്ങോട്ട് പുറത്തെടുക്കാൻ പറ്റിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഫുൾ ഇതിൽ ഓണിൽ എന്ത് കിട്ടിയാലും വരയ്ക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മുടെ സാരീൻ്റെ പെയിൻറ്റിങ് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്താണീൻ്റെ അവിടെ വലിയ താമരയും, പിന്നെ നമ്മുടെ ബോർഡിൻ്റെ ഭാഗത്ത് വരച്ചിരിക്കുന്നത് ഒരു ഗോൾഡൻ കളർ ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്, ഒരു റണ്ണിങ് പോലത്തെ. അതിൻ്റെ കൂടെ നമ്മുടെ ഗ്രീൻ താമരകൾ വരച്ചിട്ടുണ്ട്, പച്ച താമരകൾ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സാരിന്ന് കമൻറ്റ് ചെയ്താൽ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വെറൈറ്റി ആയിട്ട് ഡിസൈനൊക്കെ നിങ്ങൾ സാരിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.